കേരള മുസ്ലിം ജമാഅത്ത് മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം AP ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട മദ്റുസാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളുടെയും മൗലാന പേരോട് ഉസ്താദിന്റെയും ഒക്കെ നേതൃത്വത്തിൽ കേരള യാത്ര സംഘടിപ്പിക്കുകയാണ്. ജനുവരി 1 ആരംഭിച്ച് 16 തിരുവനന്തപുരത്ത് സമാപിക്കുന്ന കേരള യാത്ര സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം, ശീർഷകം മനുഷ്യർക്കൊപ്പം എന്നതാണ്. എക്കാലത്തും സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘകുടുംബങ്ങൾ ഒന്നാകെയും മനുഷ്യരോടൊപ്പം, നീതിയോടൊപ്പം, ധർമ്മത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് അതിന്റെ പ്രവർത്തന പാതകളിൽ മുന്നോട്ട് നീങ്ങിയത്. വർത്തമാനകാലം നമുക്കറിയാം, മനുഷ്യപ്പറ്റും മാനവിക മൂല്യങ്ങളുമൊക്കെ പാടെ മൂല്യച്യുതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യങ്ങളിൽ മനുഷ്യനെ ചേർത്ത് പിടിക്കേണ്ടത്, മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്, മനുഷ്യനോടൊപ്പം നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരം ഒരു ശീർഷകം ഈ കേരള യാത്രയുടെ പ്രമേയമായി കടന്നു വരുന്നത്. നമുക്കറിയാം, ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ 2 കേരള യാത്രകൾ ഇതിനു മുമ്പേ നടന്നു പോയിട്ടുണ്ട്. ആ യാത്രകളിലൊക്കെയും കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ ഈ സംഘകുടുംബം ചർച്ച ചെയ്തത് മാനവികതയെക്കുറിച്ചും മാനുഷിക സ്നേഹത്തെക്കുറിച്ചുമാണ്. പിടിക്കുന്ന കൊടിയുടെ നിറം നോക്കിക്കൊണ്ട്, വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ സ്വഭാവം നോക്കിക്കൊണ്ട് മനുഷ്യന്റെ നീളത്തിന് വിലയിടുന്ന പുതിയ കാലത്ത് മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ആരാണെങ്കിലും, ഏതു ജാതിക്കാരനാണെങ്കിലും, ഏതു വിഭാഗക്കാരനാണെങ്കിലും, ഏതു മതക്കാരനാണെങ്കിലും എല്ലാവരുടെയും ശിരയിലോടുന്ന ചോര ചുവപ്പാണ്, എന്ന രീതിയിൽ സമൂഹത്തെ കാണണമെന്ന ഒരു വലിയ സന്ദേശമാണ് ഈ കേരള യാത്രയിലൂടെ മഹാന്മാരായ നമ്മുടെ ഉലമാക്കള് സമൂഹത്തിന് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന സന്ദേശം. നമുക്കറിയാം, നമ്മുടെ കേരളം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളാണ്. ഒരു സ്വന്തം വയറിന്റെ വിശപ്പിന്റെ കാരണം കൊണ്ട് കടയിൽ നിന്ന് എന്തോ ഭക്ഷണ പദാർത്ഥം മോഷ്ടിച്ചു എന്ന പേരിൽ മധു എന്ന് പറയുന്ന ആദിവാസി ചെറുപ്പക്കാരനെ പാമ്പിനെ കൊല്ലുന്നത് പോലെ നിഷ്ഠൂരമായി കൊല ചെയ്തതിന്റെ വേദന കേരളം മറന്നിട്ടില്ലായിരുന്നു. ആ വേദന മാറുന്നതിന്റെ മുമ്പാണ് നമ്മുടെ പാലക്കാട് ജില്ലയുടെ ബോർഡറില് വാളയാറില് അന്യ സംസ്ഥാനക്കാരനായ ഒരു സഹോദരൻ വൈദറ്റി വന്ന ഈ ദേശത്തെ കുറിച്ചറിയാത്ത, ഇവിടുത്തെ വഴികളെ കുറിച്ചറിയാത്ത ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് കേരളത്തിന്റെ മനസ്സാക്ഷിയെ മരവിപ്പിച്ച ഒരു ചിത്രമായിരുന്നു. ഈ അടുത്ത കാലത്താണ്, ഈ അടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ ആ വാർത്തകൾ വായിച്ചത്. ഇങ്ങനെ മനുഷ്യരെ അരികോൽക്കരിക്കപ്പെടുകയും മനുഷ്യർ മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും ഒക്കെ പേരിൽ വ്യത്യാസങ്ങൾ കൽപ്പിക്കപ്പെടുകയും മനുഷ്യന്റെ ജീവന് പോലും വില കൽപ്പിക്കപ്പെടുന്ന ആ രീതിയിലൊക്കെ പരിഗണിക്കപ്പെടുന്ന ഒരു സാമൂഹിക സാഹചര്യം നമ്മുടെ നാട്ടിൽ വളർന്നു വരുമ്പോൾ ഇത് അനുവദിക്കപ്പെടാൻ പറ്റുന്നതല്ല. ഓരോ മനുഷ്യരെയും നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. സമൂഹത്തിന്റെ പ്രധാന വിഭാഗമാണ് സ്ത്രീകൾ എന്നത് നമുക്കറിയാം. ഏറ്റവും വലിയ ആവിഷ്കാരത്തിന്റെയും ആർജവത്തിന്റെയും ആൾരൂപമായി പലപ്പോഴും ഭൗതിക സമൂഹത്തിന്റെ മുമ്പിൽ കാണിക്കപ്പെട്ടിരുന്ന സിനിമയുടെ മേഖലകള്, ആ സിനിമാ മേഖലകളിൽ പോലും നെട്ടൂരം പീഡിപ്പിക്കപ്പെടുന്ന സഹോദരിമാരുടെ, സ്ത്രീകളുടെ, അവരുടെ മാനം പിച്ചു ചീന്തപ്പെടുന്ന, അവരുടെ അഭിമാനബോധത്തെ വികലമായി അവതരിപ്പിക്കുന്ന വാർത്തകൾ ദിനേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിൽ സ്ത്രീകളെയും മനുഷ്യരെയും സർവ്വജാലങ്ങളെയും എല്ലാവരെയും പരിഗണിക്കണമെന്ന ഒരു വലിയ സന്ദേശം, മനുഷ്യരെ ചേർത്ത് പിടിക്കണമെന്ന ഒരു വലിയ ആശയം ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് കേരള യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് 9-ാം തീയതി നമ്മുടെ പാലക്കാട് ജില്ലയുടെ സ്വീകരണം ഒറ്റപ്പാലത്ത് നടക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ആ വേദിയെ, ആ ഒരു സദസ്സിനെ സമ്പന്നമാക്കാനും നമ്മുടെ ഉസ്താദുമാരുടെ യാത്രയ്ക്ക് കരുത്തു പകരാനും ആ സന്ദേശത്തോടൊപ്പം ചേർന്ന് നിൽക്കാനും ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ഉണ്ടാവണം. എല്ലാവരെയും കൃത്യമായി ആ ഒരു യാത്രയിലേക്ക് സവിനയം ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനിതനായി പാടുന്നേണം മൈത്രേ ശാന്തമിലൊഴുകും താളം. മനിതനായി പാടുന്നേണം മൈത്രേ ശാന്തമിലൊഴുകും താളം. മാനവ സ്നേഹ ശുഭ സഞ്ചാരം വന്നിടുന്നേ, മുന്നേറിടുന്നേ, വന്നിടുന്നേ, മുന്നേറിടുന്നേ. കേരളയാത്ര, 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 കേരള
കേരളയാത്ര